പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഒരു അറിവ് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് വാങ്ങിക്കുന്ന വ്യക്തി നേരത്തെ ആ പ്ലോട്ടിന്റെ ഉടമ ഒരു പെർമിറ്റ് വീടിന് വേണ്ടിയിട്ട് ആ പ്ലോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെർമിറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ആ പ്ലോട്ട് വാങ്ങിക്കുന്നുണ്ടാവും. വീടിന്റെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആ പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ഉള്ള ഉടമ എടുത്ത പെർമിറ്റിന്റെ നമ്പറും അതിന്റെ വാലിഡിറ്റിയും കാര്യങ്ങളും എല്ലാം ആ ആധാരത്തിൽ എഴുതി ചേർക്കാൻ വിട്ടുപോകരുത്. ചിലപ്പോൾ നിങ്ങൾ നിലവിൽ പെർമിറ്റ് എടുത്ത ഒരു പ്ലോട്ടാണല്ലോ എന്ന് കരുതി എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പ്ലോട്ട് വാങ്ങിച്ചു, ആധാരത്തിൽ ഈ പെർമിറ്റിന്റെ കാര്യമൊന്നും എഴുതി ചേർത്തില്ല. നിങ്ങൾക്ക് അറിയില്ല, അത് വിട്ടുപോയി. ചിലപ്പോൾ അത് പറഞ്ഞു തരാൻ ആളുണ്ടായാലും വരില്ല. അപ്പോൾ ആ പെർമിറ്റ് പ്രകാരം നിങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ച പ്ലോട്ടിൽ വീട് നിർമ്മിച്ചു. അപ്പോൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കണമല്ലോ. അപേക്ഷ കൊടുക്കാൻ ഒരു എഞ്ചിനീയറെ സമീപിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ പേരിലല്ല ആ പെർമിറ്റ് ഉള്ളത്, ആ പെർമിറ്റ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യവും, ആധാരത്തിൽ ആ പെർമിറ്റിന്റെ ഡീറ്റെയിൽ വെക്കാത്തത് കൊണ്ട്, എഴുതി ചേർക്കാത്തത് കൊണ്ട് ആ പെർമിറ്റ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ പുതുതായിട്ട് ആ നിങ്ങൾ വാങ്ങിച്ച പ്ലോട്ടിൽ നിങ്ങൾ നിലവിൽ വീട് എടുത്ത് കഴിയുകയും ചെയ്തു. അപ്പോൾ റെഗുലറൈസ് ചെയ്തിട്ട് പുതിയ ഒരു പെർമിറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സാമ്പത്തിക ചെലവ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നേരത്തെ ആ പ്ലോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ പെർമിറ്റ് എടുത്ത ഒരു പ്ലോട്ടാണെങ്കിൽ ആ പെർമിറ്റിന്റെ നമ്പർ ആ പ്ലോട്ടിന്റെ ആധാരത്തിൽ എഴുതി ചേർക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള ടിപ്സുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.